പ്രിയപ്പെട്ടവരെ, എന്തിലെല്ലാം നാം വിശ്വസ്തരായിരിക്കണം, അത് എവിടെയെല്ലാം തെളിയിക്കപ്പെടണം. പലപ്പോഴും ഈ ഒരു കാര്യത്തെക്കുറിച്ച് നാം അധികം അറിവില്ലാത്തവരാണ്. നാം എവിടെയെല്ലാമാണ് വിശ്വസ്തരായിരിക്കേണ്ടത്? ദൈവം നമ്മെ ഏൽപ്പിച്ച എല്ലാത്തിലും നാം വിശ്വസ്തർ ആയിരിക്കണം. അവിശ്വസ്തത കാണിക്കുവാനുള്ള സാഹചര്യവും അവസരവും ഒരുങ്ങി വരുമ്പോൾ ആ വിശ്വസ്തത നാം തെളിയിക്കണം. വിശ്വസ്തത എന്ന് പറയുന്നത് തെളിയിക്കപ്പെടുവാനുള്ളതെന്നാണ്. വിശ്വസ്തത എന്ന് പറയുന്നത് ഒരു പ്രസംഗ വിഷയമല്ല. അത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ, ഒരു വിശുദ്ധന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ മുൻപാകെ പ്രൂവ് ചെയ്യേണ്ട ഒന്നാണ്. അതാണ് ഞാൻ അബ്രഹാമിൽ കാണുന്നത്. തൻ്റെ ഏകപുത്രനെ, തൻ്റെ ഏകമകനായ ഇസഹാക്കിനെ യാഗമർപ്പിക്കുവാൻ ദൈവം ആവശ്യപ്പെടുമ്പോൾ ആ ഇസഹാക്കിനെയും കൊണ്ട് മോറിയ മലയിലേക്ക് അബ്രഹാം കടന്നു പോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അബ്രഹാമിന് ദൈവത്തിന്റെ മുൻപിലുള്ള ആ വിശ്വസ്തതയും വിശ്വാസവും അവിടെ പ്രൂവ് ചെയ്യപ്പെടുകയാണ്, അവിടെ തെളിയിക്കപ്പെടുകയാണ്. പിന്നെ ഞാൻ കാണുന്നത് ജോസഫിലാണ്. ജോസഫിനെ പൊത്തീഫറിന്റെ ഭാര്യ പ്രലോഭിപ്പിക്കുമ്പോൾ, തൻ്റെ കിടപ്പുറയിലേക്ക് വിളിച്ചു കയറ്റുമ്പോൾ, പാപം ചെയ്യുവാൻ തന്നെ ടെംപ്റ്റേറ്റ് ചെയ്യുമ്പോൾ, ജോസഫ് ആ പൊത്തീഫറിന്റെ ഭാര്യയുടെ മുറിയിൽ നിന്നും ഇറങ്ങി ഓടുന്ന ഒരു രംഗം വിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. അവിടെ പൊത്തീഫറിന്റെ ഭാര്യയോട് ജോസഫ് പറയുന്നുണ്ട്, ഞാൻ നിന്നോട് ഈ പ്രവൃത്തി ചെയ്തിട്ട് യഹോവയോട് പാപം ചെയ്യുവാൻ ഇടവരരുത്. പ്രിയപ്പെട്ടവരെ, ന്യായപ്രമാണം ലഭിച്ചിട്ടില്ലാത്ത കാലത്ത്, വ്യഭിചാരം എന്ന് പറയുന്ന ദൈവത്തിന്റെ കൽപ്പന, 7ാം കൽപ്പന ലഭിച്ചിട്ടില്ലാത്ത കാലത്ത്, നമ്മുടെ ഭാഷയിൽ, നമ്മുടെ ചിന്തയിൽ പറഞ്ഞാൽ ബൈബിൾ കിട്ടിയിട്ടില്ലാത്ത കാലത്ത്, പുസ്തക ചുരുളുകളില്ലാത്ത കാലത്ത്, ജോസഫ് അവളുടെ കിടപ്പുറയിൽ നിന്ന് അവളുമായി ശയിക്കാതെ, ദൈവം എന്നെ കാണുന്നു, എന്റെ ദൈവം എന്നെ അറിയുന്നു, എന്റെ ദൈവം എന്നെ ശ്രദ്ധിക്കുന്നു, ആ ദൈവത്തിന്റെ മുൻപിൽ ഞാൻ അവിശ്വസ്തത കാണിക്കില്ല. ദർശനം തന്ന ദൈവത്തിന്റെ മുൻപിൽ, എന്നെ ഇവിടം വരെ എത്തിച്ച ദൈവത്തിന്റെ മുൻപിൽ, എന്നെ ഇവിടം വരെ നടത്തിയ ദൈവത്തിന്റെ മുൻപിൽ ഞാൻ അവിശ്വസ്തത കാണിക്കില്ല എന്ന് പറഞ്ഞ് ആ മുറിയിൽ നിന്ന് ജോസഫ് ഇറങ്ങി ഓടുമ്പോൾ, അവിടെ ദൈവത്തോടുള്ള തന്റെ ബന്ധവും സ്നേഹവും വിശ്വസ്തതയും പ്രൂവ് ചെയ്യുകയാണ്, തെളിയിക്കുകയാണ്. വിശ്വസ്തത എന്ന് പറയുന്നത് തെളിയിക്കപ്പെടുവാൻ ഉള്ള ഒന്നാണ് പ്രിയരെ. അവിശ്വസ്തത കാണിക്കുവാനുള്ള സാഹചര്യവും അവസരവും നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഒരുങ്ങി വരും. ആരും നിങ്ങളെ കാണാത്ത സാഹചര്യം, ആരും നിങ്ങളെ അറിയാത്ത സാഹചര്യം, ആരും അത് കണ്ടില്ല, ആരും അത് അറിഞ്ഞില്ല, ആരും അത് ശ്രദ്ധിച്ചില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷെ നിങ്ങൾ അറിയണം, നിങ്ങൾക്ക് മുകളിൽ, നിങ്ങളുടെ ശിരസിന് മുകളിൽ 2 കണ്ണുകൾ നിങ്ങളെ കാണുന്നുണ്ടായിരുന്നു. അവന്റെ പുസ്തകത്തിൽ അവൻ അത് എഴുതുന്നുണ്ടായിരുന്നു. യഹോവയുടെ കണ്ണ് ഭൂമിയിലൊക്കെ ഊടാടിക്കൊണ്ടിരിക്കുന്നു. അവന്റെ മുമ്പിൽ മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലതും നഗ്നവും മലർന്നതുമായി കിടക്കുന്ന പ്രിയരെ, അവൻ അറിയാതെ തലയിൽ ഒരു മുടിനാര് പോലും പൊടിയുന്നില്ല. എന്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. എന്റെ വിശ്വസ്തത, എന്റെ വിശ്വാസം എന്റെ ദൈവത്തിന്റെ മുമ്പിൽ എനിക്ക് തെളിയിക്കുവാനുള്ള ഒന്നാണ്. അത് തെളിയിച്ച പ്രിയപ്പെട്ടവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് ആ പണം എടുക്കുവാൻ, ആ പണം നിങ്ങളുടെ പക്കൽ വരേണ്ടതല്ല, അത് നിങ്ങൾക്ക് അർഹതപ്പെട്ടതല്ല, അത് നിങ്ങൾക്ക് വേണ്ടി ലഭിച്ചതുമല്ല. അതെടുക്കുവാനുള്ള സാഹചര്യം ശത്രു നിങ്ങൾക്ക് ഒരുക്കി തരുമ്പോൾ, അവിടെ എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന, എന്നെ അറിയുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ബോധ്യത്തിൽ അവിടെ നിങ്ങൾ വിശ്വസ്തത കാണിക്കുമ്പോൾ, അവിടെ നിങ്ങളുടെ വിശ്വസ്തത ദൈവത്തിന് മുൻപാകെ തെളിയിക്കപ്പെടുകയാണ്. പാപം ചെയ്യാൻ നിനക്ക് അവസരം ലഭിച്ചിട്ടും, തെറ്റ് ചെയ്യാൻ നിനക്ക് അവസരം ലഭിച്ചിട്ടും, ആ അവസരത്തെ നീ വിട്ടോടുമ്പോൾ, നീ ഓടുന്നത് ആമീൻ ഒരു സിംഹാസനത്തിലേക്കാണ് എന്ന സത്യം നീ അറിയണം. ജോസഫ് പൊത്തീഫറിന്റെ ഭാര്യയുടെ മുറിക്കകത്ത് നിന്ന് ഇറങ്ങി ഓടുന്നത് നമ്മൾ കരുതി അത് ജയിലിലേക്കാണെന്ന്. അവൾ അവനെ ജയിലിലിട്ടു, സത്യം. പക്ഷെ അല്ല പ്രിയരെ, അല്ലല്ലല്ല, അത് ഈജിപ്തിന്റെ പ്രൈം മിനിസ്റ്ററായി ജോസഫിനെ ഉയർത്തുവാനുള്ള അധികാരത്തിന്റെ കസേരയിലേക്കുള്ള ഓട്ടമായിരുന്നു. അത് ദൈവത്തിന് മാനിക്കാനുള്ള ഓട്ടമായിരുന്നു. പാപത്തോട് വിട പറഞ്ഞോട്, തിന്മയോട് വിട പറഞ്ഞോട്, അശുദ്ധിയോട് വിട പറഞ്ഞോട്, അടക്കേണ്ട വാതിൽ
വാതിലുകളെ അടയ്ക്ക്, ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്ക്, വിട്ടറിയേണ്ടതിനെ വിട്ടറിയ. നല്ലവനും വിശ്വസ്തനുമായ ദാസനായി ദാസിയായി ജീവിക്കാൻ ജീവിതത്തെ ഏൽപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ ബൈബിൾ നിങ്ങളോട് പറയുന്നു, നിഷ്കളങ്ക മാർഗത്തിൽ നടക്കുന്നവൻ എന്നെ ശുശ്രൂഷിക്കും. കാരണം വിശ്വസ്തത എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ഫലമാണ് പ്രിയരെ. പരിശുദ്ധാത്മാവിന്റെ ഫലമാണ്. പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തിയുടെ ലക്ഷണമാണ്. ഹല്ലേലൂയ. ഒരു വ്യക്തിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് അറിയുന്നത് പുള്ളിയുടെ പ്രവചനം കേട്ടല്ല. ഒരു വ്യക്തിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് അറിയുന്നത് പുള്ളിയുടെ പാട്ട് കേട്ടല്ല. ഒരു വ്യക്തിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് അറിയുന്നത് പുള്ളിയുടെ കഴിവ് കണ്ടല്ല. ആ വ്യക്തിയിൽ വെളിപ്പെടുന്ന ആത്മാവിന്റെ ഫലങ്ങൾക്കനുസൃതമായിട്ടാണ്. അതാണ് ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 22-23 വാക്യങ്ങളിൽ പറയുന്നത്. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവും ഇല്ല. പ്രൈസ് ഗോഡ്. വിശ്വസ്തത പരിശുദ്ധാത്മാവിന്റെ ഫലമാണ്. അതുകൊണ്ട് ഒരു പ്രത്യേക വ്യക്തിയുടെ സാഹചര്യത്തിലും മാത്രമല്ല വിശ്വസ്തത കാണിക്കുന്നത്, എല്ലാ മേഖലയിലും. ഒരു വ്യക്തിയോട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ കാണിക്കുന്ന, ഒരു പ്രത്യേക അവസ്ഥയിൽ കാണിക്കുന്ന, ഒരു പ്രത്യേക മീറ്റിംഗിൽ കാണിക്കുന്ന ഒന്നല്ല വിശ്വസ്തത. സൺഡേ ഫെയ്ത്ത്ഫുൾനെസ് ഇല്ല ബൈബിളിൽ. മൺഡേയിൽ പിന്നെ ഫെയ്ത്ത്ഫുൾനെസ് ഇല്ല, സൺഡേ മാത്രം. അങ്ങനെയല്ല. എവറി ഡേ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ ഉണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവൻ ഫെയ്ത്ത്ഫുൾ ആയിരിക്കും. കാരണം വിശ്വസ്തത എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ഒരു ഫലമാണ്. ഹല്ലേലൂയ. വിശ്വസ്തനല്ലാത്ത ഒരു വലിയ ശുശ്രൂഷകനെ നിങ്ങൾ കണ്ടിരിക്കുന്നുവെങ്കിൽ, ഭാര്യയോട് വിശ്വസ്തനല്ല, ഭർത്താവിനോട് വിശ്വസ്തനല്ല, മക്കളോട് വിശ്വസ്തനല്ല, സൈഡിലൂടെ മറ്റു പരിപാടികൾ നടത്തുന്ന ഒരാളെ കണ്ടിരിക്കുന്നെങ്കിൽ, ഒരിക്കലും ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. പക്ഷെ ഒരിക്കലും ആ വ്യക്തിയുടെ ആ കമ്പാനിയൻഷിപ്പ്, ആ കൂട്ടായ്മ നിങ്ങളെ നല്ലതിലെത്തിക്കത്തില്ല, നിങ്ങളെ തകർത്ത് കളയും. കാരണം ജ്ഞാനിയോട് കൂടെ നടക്ക, എന്നാൽ നീയും ജ്ഞാനിയാകും. നീ ഒരു അവിശ്വസ്തന്റെ കൂടെ കൂട്ടായ്മ പുലർത്തിയാൽ ഒരു ദിവസം നീയും അവിശ്വസ്തത പുലർത്തുക. ആ ഇംപാർട്ടേഷൻ ഉണ്ടാകും. ആ ദുഷ്ടയാത്മാവ് നിന്നെയും സ്വാധീനിക്കും, നിശ്ചയമായി സ്വാധീനിക്കും. ഇതാരോടോ കർത്താവ് വളരെ വ്യക്തമായി ഇടപെടുന്നതാണെന്ന് ഇത് മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ആത്മാവിൽ എനിക്ക് ബോധ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ആത്മാവിന്റെ ഫലമാണ് വിശ്വസ്തത. അല്ലാതെ ഒരു ദൈവദാസൻ തലയെ കൈവച്ച് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് തന്നൊരു ഗിഫ്റ്റ് അല്ല. ഗിഫ്റ്റ് ഓഫ് ഹോളി സ്പിരിറ്റ് അല്ല, ഇത് ഫ്രൂട്ട് ഓഫ് ഹോളി സ്പിരിറ്റ് ആണ്. പരിശുദ്ധാത്മാവിന്റെ വരങ്ങളിലുള്ള വിശ്വാസത്തെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്, വിശ്വസ്തതയെ കുറിച്ചാണ്. അത് ആത്മാവിന്റെ ഫലമാണ്.